ചെന്നൈയിലെ കലാ ഉത്സവം പറഞ്ഞിട്ടൊരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ഫ്രണ്ട്സ് കൂടി അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ ചെരുപ്പുകളുടെ കളക്ഷൻസാണ്. വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഭയങ്കര പൈസയായിരുന്നു. കാരണം ഞങ്ങളെല്ലാം നോക്കി കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. പിന്നെ എല്ലാ കടകളിലും ഡ്രസ്സിൻ്റെ കുറേ കടകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കയറി ഇറങ്ങി എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആരും ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. എല്ലാ കടയിലും കയറി എല്ലാ ഡ്രസ്സും നോക്കിയിട്ട് തന്നെയാണ് പോകാമെന്ന് ഞങ്ങൾ കരുതിയതും അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ ഈ ഓർണമെൻറ്റ്സിൻ്റെ കുറേ കളക്ഷൻസ് കണ്ടു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം നോക്കി കണ്ടിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ ഇങ്ങനെ എല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഒന്നും ഞങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല അച്ചാറിൻ്റെ മണം അടിച്ചു. അങ്ങനെ ഞങ്ങൾ അച്ചാർ നോക്കി മുമ്പോട്ട് പോയപ്പോഴത്തേക്കാണ് ഒരു ഫാമിലി അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് കണ്ടത്. അത് കുറേ നേരം വായി നോക്കി നിന്ന് കണ്ടിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്കും ഒരു ലൈറ്റിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം എടുത്ത് നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അച്ചാറിൻ്റെ സെക്ഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ എല്ലാ അച്ചാറും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു അച്ചാറും വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നല്ല എരി ഉണ്ടായിരുന്നു അച്ചാറിന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കരിമീൻ ജ്യൂസ് കുടിച്ചേക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കരിമീൻ ജ്യൂസ് ഓർഡർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ വിശപ്പ് മാറുന്നേ ഉണ്ടായിരുന്നില്ല. എങ്കിലും കരിമീൻ ജ്യൂസ് കുടിച്ച് തൽക്കാലത്തേക്ക് ദാഹം അകറ്റി. വീണ്ടും ഞങ്ങൾ ഫുഡ് തേടിയുള്ള യാത്രയിലായിരുന്നു. അതിനിടയിൽ വളരെ രസകരമായ കുറേ സംഭവങ്ങൾ ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായി. എങ്കിലും ഞങ്ങൾ ഫുഡ് തേടിയിട്ടുള്ള യാത്ര ആയത് കാരണം ഫുഡ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടന്നു. അപ്പോൾ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഫുഡ് കോർട്ടൊക്കെ ആയിട്ട് വേറെയും കുറേ സെക്ഷൻസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത് പിന്നെ ലോഡഡ് ഫ്രൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 3 പേരും കൂടി കഴിച്ചിട്ട് പിന്നെയും യാത്ര തുടർന്നു. വായി നോക്കിയെല്ലാം നടന്നിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ.